പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇതേപോലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ കൊല്ലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള കരയോഗത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഉള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ NSS ജനറൽ സെക്രട്ടറി വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഫ്ലെക്സ് ഒക്കെ വരും, പക്ഷേ തന്റെ നിലപാടിൽ മാറ്റമില്ല. അതേസമയം തന്നെ പ്രതിനിധി സഭയിൽ അദ്ദേഹത്തിന് ഇന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ താഴെ ഘടകത്തിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ കരയോഗം മെമ്പേഴ്സിന് ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ആശങ്ക മാറിയിട്ടില്ല, അല്ലെങ്കിൽ ആ നിലപാടിനോട് അവർക്കൊരു വിശ്വാസമില്ല എന്ന് തോന്നിപ്പിക്കുന്നതാണോ ഈ പോസ്റ്റർ? പലയിടങ്ങളിലും NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെതിരായ പോസ്റ്ററുകളും ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യമാണ്, അത് വിശ്വാസത്തിന് അതീതമല്ലെന്നാണ് പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന ബാനർ. പത്തനംതിട്ടയിലും ഇത്തരത്തിലുള്ള ബാനർ പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ഈ പത്തനംതിട്ടയിലെ ഈ പോസ്റ്ററുകൾ എന്താണ് പറയുന്നത്? ക്രിസ്റ്റീന, ഈ സുകുമാരൻ നായർക്കെതിരെ ആദ്യമായി പ്രതിഷേധ പോസ്റ്റർ ഈ ഒരു ശബരിമല നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ട വെട്ടിപ്പുറത്തായിരുന്നു ആദ്യ പോസ്റ്റർ. എന്നാൽ അതിൻ്റെ തുടർച്ച ഇപ്പോഴും പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കോന്നി കലഞ്ഞൂർ ഭാഗത്താണ് സുകുമാരൻ നായർക്കെതിരെ NSS കരയോഗത്തിൻ്റെ ഓഫീസുകൾക്ക് മുന്നിൽ ഫ്ലക്സുകളും ഒപ്പം തന്നെ പോസ്റ്ററുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പതിപ്പിച്ചിരിക്കുന്നത്. മുമ്പൊക്കെ പാതിരാത്രി പോസ്റ്റർ പതിപ്പിക്കുന്നതെന്നായിരുന്നു ഒരു ആക്ഷേപം. പക്ഷേ ഇത് പാതിരാത്രിയല്ല, പട്ടാപ്പകലാണ്. ഉച്ചയ്ക്ക് ശേഷം നല്ല വെളിച്ചമുള്ള പകൽ സമയത്താണ് ഇപ്പോൾ സുകുമാരൻ നായർക്കെതിരെ പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് ഈ പോസ്റ്ററുകളിൽ സുകുമാരൻ നായർക്കെതിരെ നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. കലഞ്ഞൂർ, കല്ലേറത്ത് പ്രദേശത്തും ഒപ്പം തന്നെ കീച്ചേരി, ഇടക്കോൺ NSS കരയോഗത്തിന് മുന്നിലൊക്കെ തന്നെയാണ് ഈ പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. ഈ പോസ്റ്ററുകളിലെയും ഒപ്പം തന്നെ ഫ്ലക്സുകളിലെയും ഒക്കെ തന്നെ വലിയ വിമർശനമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്നത്തെ പ്രതിനിധി സഭയിൽ സുകുമാര, നീ ആഞ്ഞു കുത്തിയത് അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലാണ്. മന്നത്ത് പടയുയർത്തിയ മഹാപ്രസ്ഥാനത്തെ വഞ്ചിച്ച് കാലം കഴിഞ്ഞു പോയിക്കൂടെ, ഒഴിഞ്ഞു പോയിക്കൂടെ എന്നൊക്കെയാണ് ഈ പോസ്റ്ററിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ വിമർശനം ഈ NSSന്റെ ഇന്നത്തെ നടന്ന പരിപാടിയിലൊക്കെ തന്നെ സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊക്കെ തന്നെ വലിയ പിന്തുണ ലഭിക്കുമ്പോൾ പോലും താഴെത്തട്ടിൽ പ്രവർത്തകർ അസ്വസ്ഥരാണ്. അവരുടെ പ്രതിഷേധമുണ്ട്. താഴെത്തട്ടിലെ ആളുകൾക്ക്, ഈ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഇങ്ങനെ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കോന്നിയും കലഞ്ഞൂർ ഭാഗത്തുനിന്നുള്ള ഇത്തരം ഫ്ലക്സുകളും ഒപ്പം തന്നെ പോസ്റ്ററുകളും എന്ന് തന്നെ വേണം പറയാൻ. കൂടുതൽ ഇത്തരത്തിൽ പ്രതിഷേധം, പരസ്യ പ്രതിഷേധം സമുദായ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യം തള്ളി പറയാനാകില്ല. കാരണം ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട പല വൃത്തങ്ങളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ ഈ സർക്കാർ അനുകൂലമായിട്ടുള്ള NSSന്റെ അല്ലെങ്കിൽ NSSന്റെ അധ്യക്ഷൻ്റെ സെക്രട്ടറിയുടെ ഈ നിലപാടിൽ വലിയ അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇത്തരത്തിൽ പോസ്റ്ററും ഫ്ലക്സ് ബോർഡുകളൊക്കെ ആയി വരുന്നത്. അതിൽ സുകുമാരൻ നായർക്കെതിരെ പിന്തുണ NSS ജനറൽ സെക്രട്ടറിക്ക് ലഭിക്കുമ്പോഴും സാധാരണ ഘടകങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഇപ്പോഴും വിയോജിപ്പുണ്ട് എന്ന മട്ടിലാണ് ഇത്തരത്തിൽ ഈ ശാസ്താംകോട്ടയിലും അതുപോലെ തന്നെ കോന്നി കലഞ്ഞൂരിലും ഒക്കെ കാണുന്ന പോസ്റ്ററുകൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.